ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ബാലൻസ്. വൈകുന്നേരം രാത്രി ഒരു 8 മണിയാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു വളരെ ഒരു സംഭവം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാം കാണുന്നവരാണ്. നമ്മുടെ വീഡിയോസിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ കാണുന്നവരാണ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് കൂടുതലും ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ ചെയ്ത പരാജയപ്പെട്ട ഒരു ബിസിനസ്സാണ്. ഞാൻ ചെയ്തു പരാജയപ്പെട്ട ഒരു ബിസിനസ്. അപ്പോൾ ഇത് പരാജയപ്പെടാനായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കുറേ നാളുകളായിട്ട് പൈസ എല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് ഒരു വർഷത്തോളം എൻ്റെ മുഴുവൻ സമ്പാദ്യവും ഞാൻ ഒന്നും ചെയ്യാണ്ട് സ്വരുക്കൂട്ടി വെച്ചു. അതിനുശേഷം നല്ലൊരു നമ്മൾ പറയുന്നത് പോലെ തന്നെ നല്ലൊരു സൗദിയെ കണ്ടെത്തി. അതിനുശേഷം ഞാനൊരു നല്ല സ്റ്റാഫിനെ നാട്ടിൽ നിന്ന് സൗദിയുടെ കയ്യിൽ നിന്ന് നല്ല ക്യാഷൊക്കെ കൊടുത്ത് ഏകദേശം 1.5 ലക്ഷം രൂപകളൊക്കെ കൊടുത്ത് വിസയൊക്കെ എടുത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളിവിടെ എന്ത് ചെയ്തു, ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സ്ഥാപനം ഇതായി കാണുന്ന ഈ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനമാണ്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും മത്താം ധാക്ക എന്ന് പറയുന്ന ഒരു ഹോട്ടൽ. ഇപ്പോൾ ഇത് നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാനിതിനെ എടുത്തതിന് ശേഷം ഇതിനകത്ത് കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു. പിന്നെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഫുള്ള് എല്ലാ പണികളൊക്കെ ചെയ്തു. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. സംഭവം വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രധാനമായിട്ടും പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ കച്ചവടം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും ഇതൊന്നും ആവാണ്ട് ഇത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാൻ അവസാനം ഒന്നും ചെയ്യാൻ വയ്യാത്ത സാഹചര്യത്തിൽ ക്ലോസ് ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കട വന്ന് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കമൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ട് തരാം. ഇനി രണ്ടാമത്, ഈ കട പ്രധാനമായിട്ടും കച്ചവടം പോവാനുള്ള പ്രധാന കാരണം, ഇത് നേരത്തെ ഇവിടെ ഒരു ഹോട്ടലായിട്ട് ചെയ്തതാണ്. ഞാൻ പിന്നെ അത് ഏറ്റെടുത്ത് ഞാൻ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ചെയ്ത് റെഡിയാക്കി. അപ്പോൾ ഞാൻ പിന്നീട് ചെയ്തതിനകത്ത് ഞാൻ കുറച്ച് ആദ്യം ഒരു വീഡിയോസ് പറഞ്ഞിരുന്നു. ഇവിടെ കുറേ പ്രശ്നങ്ങൾ, നമ്മളൊരു സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ എന്തുകൊണ്ടതൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ പൈസ സമ്പാദിച്ച് വെച്ചതിന് ശേഷം നല്ല ഒരാളിനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് തുടങ്ങിയ കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ രക്ഷപ്പെടും അല്ലെങ്കിൽ വിജയിക്കുമെന്നൊക്കെ ഉള്ളൊരു തോന്നലിൻ്റെ പേരിൽ എടുത്ത് ചാടിയതാണ്. അപ്പോൾ അതിനകത്ത് എനിക്കുണ്ടായൊരു നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷത്തോളം നമ്മളുണ്ടാക്കിയ കുറേ പൈസ നഷ്ടപ്പെട്ടു. പിന്നെ കുറേ പൈസ കടവുമായി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സംരംഭത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി കുറച്ച് നാൾ എടുത്ത് വേണം ആ സംരംഭത്തിൽ നിന്ന് നമുക്കുണ്ടായ കടങ്ങൾ വരെ വീട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത സംരംഭത്തിലോട്ട് മാറും. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ വീഡിയോസുകളായിട്ട് ഓരോരോ സംരംഭങ്ങളെയൊക്കെ പറ്റി പോയി പഠിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു സിഗ്നലാണ്. എൻ്റെ പ്രധാനമായിട്ടും ഈ കടയ്ക്ക് വന്ന പ്രധാനപ്പെട്ടൊരു മിസ്റ്റേക്കാണ്. ഇതൊരു സിഗ്നലാണ്. ഈ സിഗ്നലിൻ്റെ ഇപ്പോൾ ഈ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ ഒരു 6 മണി മുതൽ അല്ലെങ്കിൽ 7 മണി മുതൽ ഒരു 9 മണി വരെ ഈ സിഗ്നലിൽ ഇവിടെയൊന്നും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കാണില്ല. നിങ്ങൾക്ക് വണ്ടി പോകുന്നത് തന്നെ കാണുമ്പോൾ അറിയുന്നുണ്ട്. ഇവിടെ ഇവിടെ 2 റോഡുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആ റോഡും ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടികൾ നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മുടെ കടയുടെ ഫ്രണ്ടിലൊന്നും ഒരു വണ്ടിക്കാണ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വണ്ടിയാണ് ഇങ്ങനെ ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ റോഡ് ഫുള്ള് ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ട് ഇവിടെ രാവിലെ തിരക്കുള്ള സമയങ്ങളിലൊന്നും ആരും ഈ ഷോപ്പിൽ വരാറില്ല. രണ്ടാമത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ നമ്മൾ എടുത്തൊരു ഈ സ്റ്റാഫിനെ ആദ്യം നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം.
എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെയാണ് സ്റ്റാഫ് ഓരോരുത്തരും പറയുന്നത്. നമുക്ക് എല്ലാ പണിയും അറിയാമെന്ന് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് അത്രത്തോളം അല്ലെങ്കിൽ ആ സ്റ്റാഫ് എവിടെയെങ്കിലും ചെയ്ത് ആ സ്റ്റാഫിൻ്റെ ഫുഡ് നമ്മൾ കഴിച്ച് അങ്ങനെയൊക്കെ വിശ്വാസമുള്ളവരെ മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മൾ അതിന് വേണ്ടി കൊണ്ടുവരാവൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വളരെ ധാരണയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ദുബായിൽ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അദ്ദേഹത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിനും ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടുത്തെയും ഇവിടുത്തെയും കാലാവസ്ഥയും അല്ലെങ്കിൽ ഇവിടുത്തെ സഹകരണവും ആൾക്കാർ തമ്മിലുള്ള ഇവിടുത്തെ ഒറ്റപ്പെടലും ഒക്കെ അയാളെ മാനസികമായിട്ട് തളർത്തി. അപ്പോൾ അതുകൊണ്ടിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. അപ്പോൾ അതും ഇതിനെ രണ്ടാമതായിട്ട് ഭയങ്കരമായിട്ടൊരു ബാധിച്ചൊരു പ്രശ്നമായി. മൂന്നാമത്, അപ്പോൾ എനിക്ക് സ്ഥലം തിരഞ്ഞെടുത്തതിനകത്ത് പ്രശ്നം പറ്റി. രണ്ടാമത് സ്റ്റാഫിനെ എടുത്തതിനകത്തും പ്രശ്നം പറ്റി. മൂന്നാമത്, ഞാൻ ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ഷോപ്പ് ഇട്ടത് ഞാനിവിടെ ഒരു മലയാളി ഹോട്ടലായിട്ടാണ് ചെയ്തത്. അപ്പോൾ മലയാളി ഹോട്ടൽ ഞാൻ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പറ്റിയ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെയെല്ലാം നിങ്ങൾക്കെല്ലാം കാണാം, ഇവിടെയെല്ലാം അറബിക് ഹോട്ടൽ, അതേപോലെ ഇസ്ലാമാബാദ് ഹോട്ടൽ ഇവിടെയൊക്കെ, പിന്നെ അതേപോലെ ഒരു ബോഫിയ, പിന്നെ ഇവിടെ ഒരു അറബിക് ഹോട്ടൽ, റൈസൊക്കെ കിട്ടുന്നൊരു ഹോട്ടൽ, ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് ഇവിടെ മൂന്നാമതായിട്ട് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ മലയാളികളുടെ ഒരു ക്വാണ്ടിറ്റി, മലയാളികൾ വളരെ കുറവായൊരു പ്രദേശത്ത് വന്നിട്ട് ഞാൻ മലയാളികൾക്ക് വേണ്ടി ഫുഡ് ഇടുക എന്ന് പറയുന്നതും എൻ്റെയും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കസ്റ്റമർ ഏറ്റവും കൂടുതലുള്ള പ്രദേശത്ത് ഇടാണ്ട് കസ്റ്റമർ ഇല്ലാത്തൊരു പ്രദേശത്ത് കൊണ്ടുവന്ന് ഞാനിങ്ങനൊരു സ്ഥാപനം ഇടുകയും അതിൻ്റെ പേരിൽ അത് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനം പരാജയപ്പെട്ടു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കാലങ്ങളായിട്ട് കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ച് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാവും. അപ്പോൾ അത് വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഈ സംരംഭത്തിനകത്ത് എനിക്കിറങ്ങി വിജയിപ്പിക്കാൻ പറ്റാത്ത, ഞാനൊരു സ്ഥാപനത്തിൽ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ, നമ്മൾ ഓൾറെഡി ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സൈഡ് ഇൻകം അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ പുതിയൊരു നമ്മുടെ ഒരു ഇത് ചെയ്തത്. അപ്പോൾ അത് ഇങ്ങനെയായി. പക്ഷേ നമ്മളിതൊന്നും കൊണ്ട് ഇൻഷാ അല്ലാഹ് തകരത്തില്ല. നമ്മൾ ഇനിയും ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചു. നമുക്ക് ഹോട്ടലിൻ്റെ ബിസിനസ്സിനകത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയാണ് അതിന് ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്, എത്ര രൂപ നമ്മൾ ആ ഇപ്പം ഇങ്ങനെ കാണാം, നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി കൊണ്ട് നിർത്തി എന്ന് വിചാരിച്ചു. ഇതേപോലെ റോഡിലാണ് വണ്ടിയുടെ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ സ്ഥലത്തിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ ഹോട്ടൽ ചെയ്യാൻ നേരത്ത് എന്തൊക്കെ മനസ്സിലാക്കണം, എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഹോട്ടലായാലും ബൂഫി ആയാലും അല്ലെങ്കിൽ എന്ത് സ്ഥാപനമായാലും നമ്മൾ മനസ്സിലാക്കേണ്ട മുഴുവൻ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോസ് ഞാൻ നല്ലതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പരാജയപ്പെട്ടു പോയി എന്നല്ല. പരാജയപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരുപാട് പല മേഖലകളിലും ഒരുപാട് കടകൾ വരുന്നുണ്ട്, അതൊക്കെ പൂട്ടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ചില നിലനിൽക്കുന്ന കടകൾ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. അപ്പോൾ ഇതൊക്കെ പൂട്ടിപ്പോകാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഏകദേശം 4 മാസത്തോളം ഈ സ്ഥാപനം നടത്തി. 4 മാസത്തോളം ഈ സ്ഥാപനം നടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ഇത്രയും ബുദ്ധിമുട്ടുകളോടുകൂടി ഞാൻ നടത്തണമെങ്കിൽ ഞാൻ എത്രത്തോളം അതിന് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള പുതിയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ ഷോപ്പ് ആർക്കെങ്കിലുമൊക്കെ എടുത്ത് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ. ഇത് വരുന്ന സ്ഥലം വരുന്നത് നെജ്റാനിൽ അൽഗാബിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു പെട്രോൾ പമ്പുണ്ട്. ഇവിടെ എല്ലാം ഹോട്ടലുകളൊക്കെയാണുള്ളത്. ഇവിടെ നല്ല ഏതെങ്കിലും എന്ത് ഷോപ്പാണ് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കിയിട്ട് സൗദികൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള അറബ് വംശകർക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല ഫുഡ് ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും ബയ്യാറ എല്ലാ ഐറ്റംസുകളും ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഓക്കെ.